നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പോലുള്ള കുടിവെള്ള പദ്ധതിയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെതായി വരുന്ന പല പദ്ധതികളുമൊക്കെ സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. ഇതിപ്പോൾ ജൽജീവൻ പോലുള്ള ഒരു പദ്ധതിയും കൂടി അട്ടിമറിക്കാനുള്ള ശ്രമം വളരെ വിദഗ്ധമായി തന്നെ നടത്തുകയാണ് പിണറായി സർക്കാർ. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച 752 കോടിയുടെ കേന്ദ്ര പദ്ധതി കൊച്ചിക്ക് ആവശ്യമില്ലെന്ന് അറിയിച്ചിട്ടാണ് ഇപ്പോൾ സ്വയം പിന്മാറിയിരിക്കുന്നത്. നോക്കുക, എത്രമാത്രം ധാർഷ്ട്യമുള്ള ഒരു തീരുമാനമാണ് അതെന്ന്. പകരം എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അധിക തുകയ്ക്ക് വിദേശ കമ്പനിക്ക് കരാർ നൽകി. ADB വായ്പയുടെ മറവില് എസ്റ്റിമേറ്റ് തുകയുടെ 21% അധികം തുകയ്ക്ക് വിദേശ കമ്പനിയായ സോയൂസ് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് കരാർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. കൊച്ചി കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ADBയിൽ നിന്ന് 2551 കോടിയുടെ വായ്പയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ ഒരുങ്ങുന്നത്. വായ്പ എടുക്കുന്നതിന് സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റിയുടെ അനുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യം. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോജക്ട്സിന് അനുമതി നൽകുകയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വഴി ഇവിടെ നടക്കുമോ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കെ ഉദ്യോഗസ്ഥർക്ക് സ്വന്തമായ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശമൊക്കെ ഈ നാട്ടിലുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. എന്തായാലും 2511 കോടിയാണ്. 21% അധികമാണ് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ നിലവിൽ തന്നെ ഉള്ള കടങ്ങളൊന്നും വീട്ടാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിയാണ് എല്ലാ ദിവസവും ബാലഗോപാൽ. എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഓരോരോ പ്രോജക്ട്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പരത് വെക്കുന്നത്. പക്ഷെ ഇതെല്ലാം തലവേദനയാകുന്നത് ബാലഗോപാലിനാണ്. ബാലഗോപാലിനാണെങ്കിൽ മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് മറ്റൊന്നും പറയാനും വയ്യ. പറഞ്ഞിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രി കൃത്യമായിട്ട് ബാലഗോപാലിനോട് പറയും, താൻ മിണ്ടിപ്പോറുത്, ഞാൻ പറയും, താൻ അനുസരിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് ധനമന്ത്രിക്ക് പ്രത്യേകിച്ച് വോയിസ് ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിലൊക്കെ കരാർ പണികളുടെ ഓരോരോ ഘട്ടത്തിലും വ്യക്തമായ പരിശോധനയുണ്ടാകും. ഇതനുസരിച്ചിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് തുക അനുവദിക്കുന്നത് പോലും. ADB വായ്പയിലാണെങ്കിൽ പരിശോധന കൂടാതെ തുക ലഭിക്കുകയും ചെയ്യും. വായ്പാ നിബന്ധന പ്രകാരം ജലവിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകുമ്പോൾ വെള്ളത്തിന്റെ കച്ചവട മൂല്യം കൂടും. സേവനങ്ങളുടെ നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതായും ഒക്കെ വരും. നിലവിലുള്ള കുടിവെള്ള പൈപ്പുകൾ മാറ്റിയിട്ട് പുതിയ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത്. ഇതോടെ വിലയിലും പൊതുവിതരണത്തിലും ഉപഭോക്താക്കൾ ഇരട്ടി തുകയുമൊക്കെ നൽകേണ്ടിയും വരും. ചില ജലനഷ്ടം 51%. 20% കുറച്ച് ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനാണ് പദ്ധതി. പഠനത്തിന്റെ ആധികാരികതയിലും സംശയവും അഴിമതി ആക്ഷേപവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലെ ജലനഷ്ടം 35%-ഓളമേ വരികയുള്ളൂ. ആർബിട്രേഷൻ നടപടികൾക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന വ്യവസ്ഥയിലും ആശങ്കയൊക്കെയുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ട് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഇടനിലക്കാർക്ക് 10 മുതൽ 20% വരെ കമ്മീഷനായിട്ട് ലഭിക്കും. മറ്റു ജില്ലകളിലുമൊക്കെ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടനിലക്കാരിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുകയും അത് ഇടനിലക്കാരിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വരുന്നത് മുഴുവൻ ഈ സഖാക്കളായിരിക്കും. ജയ് വിളിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന സഖാക്കളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഇടനിലക്കാർ എന്ന് പറയുന്നത് ഇതിന്റെ കച്ചവട മൂല്യവും ഒക്കെ മുതലെടുത്ത് തങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്ന ഒരു പ്രവണതയാണ്. ഈ സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് തീർത്തും CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൃത്യമായി താല്പര്യമുള്ള കമ്പനികളായിരിക്കും. ഇവർ എടുക്കുകയും അതിൽ നിന്ന് ഇടനിലക്കാരിലേക്ക് പോകുമ്പോൾ പ്രാദേശികമായ രീതിയിൽ പോലും CPM സഖാക്കളിലേക്ക് ഇതിന്റെ ഗുണഗണങ്ങൾ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും.
അപ്പോൾ ഇതുവഴിയുള്ള കമ്മീഷൻ അടിക്കലും എല്ലാ കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ നടക്കുകയും ചെയ്യും. അങ്ങനെ സ്വന്തം പോക്കറ്റിലേക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വായ്പയാണ്, കടമ്പയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 752 കോടി രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് സ്വയമേവ പറഞ്ഞിട്ട് മറ്റൊരു കമ്പനിയിൽ നിന്ന് ADB-യിൽ നിന്ന് 21% അധികം പലിശ എടുക്കുന്നതിലെ ഒരു കാര്യം എന്താണെന്ന് ആലോചിച്ചു നോക്കിയാൽ ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേന്ദ്രം തരുന്ന പദ്ധതികളൊക്കെ എന്തിനാണ് വേണ്ട എന്ന് പറയുന്ന ആവശ്യം സംസ്ഥാനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെയായിരിക്കും കേന്ദ്രം ഇത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതും അതിനുള്ള ഫണ്ട് അനുവദിക്കുന്നതും. പകരം കേന്ദ്ര വിരുദ്ധത കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നോ പറയുകയും വേറൊരു സ്ഥലത്ത് പോയിട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന രീതിയിൽ വായ്പകൾ എടുത്തു കൂട്ടുകയുമാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ധാർഷ്ട്യം കൊണ്ട് എടുക്കാതിരിക്കുകയും കുറച്ചു കഴിയുമ്പോൾ കേന്ദ്രം പൈസ തരുന്നില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പറയും, ജനങ്ങളോട് അടിച്ചിറക്കും ക്യാപ്സ്യൂള്, കേന്ദ്രം ഇന്ന് സംഭവം അനുവദിക്കാത്തത് കൊണ്ടാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട്, ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് കേരളത്തിൽ മൊത്തം ദാരിദ്ര്യമാണ്, കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. കേന്ദ്രം പറയുന്ന എന്തെങ്കിലും ഒരു സിംഗിൾ പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ഭേദമന്യേ അത് നടപ്പാക്കുകയും ജനങ്ങളിലേക്ക് അതിന്റെ ഗുണങ്ങൾ എത്തിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയേറെ തുക വായ്പ എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി വരുമ്പോൾ തന്നെ ഇതിന്റെ തുകയടക്കാൻ വേണ്ടി ജനങ്ങളുടെ പുറത്തേക്ക് അമിത നികുതി ഭാരം ഉൾപ്പെടെയുള്ളവ ചുമത്തേണ്ടി വരും. സാധാരണക്കാരനായ ജനങ്ങൾ താങ്ങാൻ കഴിയുന്നതിലധികമാണ്. ഇപ്പോൾ തന്നെയുള്ള നികുതി ഭാരമൊക്കെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവന്റെ മുഖത്തേക്കാണ് ഇതിന്റെ എല്ലാ ബാധ്യതകളും വരുന്നത്. ഇടനില നിൽക്കുന്നവരും സ്വകാര്യ കമ്പനികൾക്കും നമ്പർ 1 കാറിൽ സഞ്ചരിക്കുന്നവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. സഖാക്കളൊക്കെ ഇങ്ങനെ കൊടിവെച്ച കാറിലൊക്കെ പറക്കുമ്പോൾ സാധാരണക്കാരന് അന്നന്നത്തെ അന്നം ഉണ്ണുന്നത് എങ്ങനെയാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല പിണറായി സർക്കാർ. ആ സർക്കാരാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ അട്ടിമറിക്കുന്നത്. എന്നിട്ട് പോരാ, അതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ സംസ്ഥാന സർക്കാരിന്. അപ്പോൾ സംസ്ഥാന സർക്കാർ അത് മറികടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കടമെടുക്കാൻ തുടങ്ങുകയാണ്. പൊതുവിപണിയിൽ നിന്ന് ചില്ലറ തുകയൊന്നുമല്ല, 1000 കോടി രൂപയാണ് വായ്പ എടുക്കാൻ പോകുന്നത്. കടപത്രം വഴിയാണ് 1000 കോടി സമാഹരിക്കാൻ തീരുമാനമായിരിക്കുന്നത്. നേരത്തെ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്ന CPM നിർദ്ദേശത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിലൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. കുടിശ്ശികയായ ആനുകൂല്യങ്ങളൊക്കെ സംബന്ധിച്ച പ്രമേയം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും ആരോപിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്ധന സെസ് വരെ പിരിക്കുന്നത് ക്ഷേമ പെൻഷൻ നൽകാനായിട്ടാണ് എന്നുള്ള ഒരു കാര്യം ഈ ഇടത് മുന്നണി സർക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്രയേറെ സെസ്സൊക്കെ പിരിച്ചിട്ട് ഇതെല്ലാം എവിടെ കൊണ്ടുപോയാണ് പൂഴ്ത്തിവെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് കരുതിയിട്ട് ഇവയെല്ലാം വിട്ടുകളയുമ്പോൾ സർക്കാർ ഇതിൽ നിന്നെല്ലാം അവരുടെ പോക്കറ്റിലേക്ക് ലഭിക്കാവുന്നതിന്റെ പരമാവധി എടുത്ത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും ഇനിയും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതൊന്നുമല്ല. ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ പിണറായി സർക്കാരിന് നല്ലതാണ്. കാരണം ഇനി വരുന്നത് നിയമസഭയാണ്. ഇത് എല്ലാത്തിലും പറയേണ്ട കാര്യമൊന്നുമില്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തു തീർക്കാനുള്ള ഒരു നെട്ടോട്ടം കൂടി സർക്കാർ നടത്തുന്നുണ്ട്. അതിനുള്ള പണം കിട്ടണമല്ലോ. ഇടയ്ക്ക് GST-യുമായി ബന്ധപ്പെട്ടൊരു ഉന്നത യോഗമൊക്കെ നടന്നിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലൊക്കെ. അപ്പോൾ അവിടെ വെച്ച് സകല സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് എല്ലാവർക്കും കോടികൾ വേണമെന്ന് തന്നെയാണ്. അത് കേരളവും ആവശ്യപ്പെട്ടു എന്നത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അവിടെ ആവശ്യങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്.
അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളും കോടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ സംസ്ഥാനത്തിന് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ദോസ്തായിട്ടുള്ള സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അവർക്ക് ഇത്ര 6000 കോടിക്ക് മുകളിലോ മറ്റോ ആണ് സ്റ്റാലിൻ അതിൽ ആവശ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മറ്റൊന്നുമില്ല, അവരുടെ നഗര വികസനത്തിനും അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേരളവും ആവശ്യപ്പെട്ടു, യാതൊരു നാണവുമില്ലാതെയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. കാരണം ഇവരെടുത്തിരിക്കുന്ന ഈ വായ്പകളുണ്ടല്ലോ, ഇതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടി, കടം കൊടുത്തു തീർക്കാൻ വേണ്ടി അതിനുള്ള ഒരു ഫണ്ട് അത് കേന്ദ്രം അനുവദിക്കണമെന്നാണ് അവിടെ ഉന്നയിച്ച ഒരു ആവശ്യം. അപ്പോൾ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം നൽകുന്ന 752 കോടി രൂപ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കരിമ്പത്തെ സഖാവ് പറഞ്ഞതുപോലെ ഇയാളുടെ മോശം പെരുമാറ്റവും ഇയാളുടെ അഹന്തയും ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും സ്വയമേവ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഇത് നടപ്പിലാവില്ല, വേണ്ട, ഈ 752 കോടി വേണ്ട, ഞങ്ങൾ പകരം 21% അധികം പലിശ കൂടി പണം കൂടി എടുത്തിട്ട് ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതിന്റെ ഭാവി പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നുകൂടി നോക്കിയിരുന്ന് കാണേണ്ടതാണ്. നന്ദി.